ഇപ്പോൾ അലോക് വർമ്മ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തകൾ വരുന്നു. നേരത്തെ പുതിയ നിയമനം ഏറ്റെടുക്കാനാകില്ല എന്ന് കാണിച്ച് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. അതിൽ തന്നെ രാജിവെക്കുന്നു എന്ന തീരുമാനവും അലോക് വർമ്മ അറിയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. CBI ഡയറക്ടറായി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തെ പുറത്താക്കി. അതിനെ തുടർന്നാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ കീഴടങ്ങാൻ ഇല്ല എന്ന സന്ദേശം തന്നെയാണ് രാജിയിലൂടെ അലോക് വർമ്മ നൽകുന്നത്. പുറത്താക്കപ്പെട്ട CBI ഡയറക്ടർ അലോക് വർമ്മ രാജിവെച്ചു. പുതിയ ചുമതല ഏറ്റെടുക്കാനാകില്ല എന്ന് കാട്ടി അദ്ദേഹം കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്തിൽ തന്നെയാണ് താൻ രാജിവെക്കുന്നു എന്ന വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടുള്ളത്. CBI ജോയിന്റ് ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ കേസ് കോടതി റദ്ദാക്കുന്ന സാഹചര്യവുമുണ്ടായി. ഡൽഹി ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു. അതിന് പിന്നാലെ അലോക് വർമ്മയുടെ രാജി വാർത്തകളും വരുന്നു. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് അലോക് വർമ്മയുടെ രാജി. പുതിയ ചുമതല ഏറ്റെടുക്കാനാകില്ല എന്ന് കാട്ടി അദ്ദേഹം കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ തന്നെയാണ് തന്റെ രാജി വിവരങ്ങളും നൽകിയിട്ടുള്ളത്. ഒക്ടോബർ 23 അർദ്ധരാത്രിയിലായിരുന്നു CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മയോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചത്. ഇതിനെ തുടർന്നാണ് CBIയിൽ ഈ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. കഴിഞ്ഞ 9-ാം തീയതി ഈ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. എന്നാൽ ചുമതലയേറ്റ് 48 മണിക്കൂറിനകം അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്നും സെലക്ഷൻ കമ്മിറ്റി പുറത്താക്കുകയായിരുന്നു. സെലക്ഷൻ കമ്മിറ്റി ചേർന്നാണ് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും വീണ്ടും മാറ്റിയത്. പ്രധാനമന്ത്രി ഒപ്പം തന്നെ സുപ്രീംകോടതി പ്രതിനിധി എന്നിവരുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സെലക്ഷൻ കമ്മിറ്റി അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനമെടുത്തത്. ഫയർ സർവീസ് DG ആയുള്ള സ്ഥാനം ഏറ്റെടുക്കാനാകില്ല എന്ന് കാട്ടിയാണ് അലോക് വർമ്മ കത്ത് നൽകിയത്. ആ കത്തിൽ തന്നെയാണ് തന്റെ രാജി തീരുമാനവും അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കീഴടങ്ങാൻ ഇല്ല എന്ന് തന്നെ അലോക് വർമ്മ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം രാജിവെച്ചതായുള്ള വാർത്തകൾ വരുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? രേണുക, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായ വിഷയമായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി പ്രസ്താവം അലോക് വർമ്മയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ചു വന്ന CBI തലപ്പത്തെ പെരുപ്പോരായിരുന്നു. അതിനുശേഷം പിന്നീട് അലോക് വർമ്മയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും നാഗേശ്വർ റാവുവിനെ പകര ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അലോക് വർമ്മ പിന്നോട്ടില്ല എന്ന നിലയിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതിയിൽ വിശദമായ വാദങ്ങൾക്ക് ശേഷമായിരുന്നു അലോക് വർമ്മയെ വീണ്ടും CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത്. അതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ കൃത്യമായ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ അനുവാദത്തോടുകൂടി സമിതിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന നിലപാട് സുപ്രീം കോടതിയും എടുത്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അലോക് വർമ്മ, അതായത് തൽസ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാമെന്ന വിധി പ്രസ്താവിച്ചതിന് തൊട്ടു പിന്നാലെ ആ സ്ഥാനത്തെത്തുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തത്. എന്നാൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. കോടതി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തതായിരുന്നു. ഇത്തരത്തിൽ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും ഉറച്ച നിലപാടുമായി CBI ഡയറക്ടർ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് കമ്മിറ്റി യോഗം ചേരുകയും അതിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ അലോക് വർമ്മയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ അലോക് വർമ്മ തന്നെ നീക്കിയത് എന്ത് സാഹചര്യത്തിൽ എന്നത് സംബന്ധിച്ചുള്ള
നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം ഒരു പ്രശ്നമല്ലാതായി വരുന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടോ ഇനി? രേണുക ആ നിലയിൽ, അതായത് CBI ഡയറക്ടറായിരുന്ന അലോക് വർമ്മ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്ന അലോക് വർമ്മയാണ് കൂടുതൽ ശക്തനാവുക എന്നതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി വരേണ്ടത്. ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയ പരിമിതികൾ സ്വാഭാവികമായും തിരിച്ചു വരാം. KP അഭിലാഷ്, താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ ടോം വടക്കൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ടോം വടക്കൻ, CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ അലോക് വർമ്മ രാജിവെച്ചിരിക്കുകയാണ്. പുതിയ ചുമതല ഏറ്റെടുക്കാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായും ഒരു ഓണസ്റ്റ് ഒരു പോലീസ് ഓഫീസർ സിസ്റ്റമിൽ വർക്ക് ചെയ്യുമ്പോൾ സുപ്രീം കോർട്ടിന്റെ ഡിസിഷനായിരുന്നു കണ്ടിന്യൂ ചെയ്യാൻ. അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്ററുടെ ചെയർമാൻഷിപ്പിൽ ആ കമ്മിറ്റി ഇരുന്ന് ആകെ ഒരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ നീക്കിയത് ഒരു ഇമ്മോറൽ പൊസിഷനാണ് ഞാൻ കാണുന്നത്. സുപ്രീം കോർട്ട് പ്രൈമ ഫേസ് ഒരു എവിഡൻസും ഇല്ലാതെ കക്ഷിയെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് പ്രൈം മിനിസ്റ്ററുടെ ചെയർമാൻഷിപ്പിൽ മാറ്റുമ്പോൾ കൃത്യമായി എന്തൊക്കെയോ കാര്യങ്ങൾ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം പ്രൈം മിനിസ്റ്റർ ഹെഡഡ് ഒരു കമ്മിറ്റിയാണ്. പ്രൈം മിനിസ്റ്ററുടെ എന്താണ് താല്പര്യം? ഒരു ഓണസ്റ്റ് CBI ഓഫീസറെ നീക്കാൻ, ഇൻക്വയറി ആണോ, അതിൽ കേസ് ഫർദർ FIR ഫയൽ ചെയ്യോ? ഇതൊക്കെ വിഷയങ്ങൾ പേടിച്ച് ആണ് ഈ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നവർ. തീർച്ചയായും ഒരു ഓണസ്റ്റ് ഓഫീസർ എന്ത് ചെയ്യും ഇങ്ങനത്തെ സാഹചര്യത്തിൽ? രാജിവെക്കാനില്ലാതെ വേറെ എന്താണ് വഴി? ഇനി ഒരു മോറൽ ഇഷ്യൂ ആണത്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് രാജിവെച്ചു. പല കാര്യങ്ങളും പറഞ്ഞേക്കാം. ഒരു മോറൽ വാറാണ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീ ടോം വടക്കൻ, ഇത് അദ്ദേഹത്തിന്റെ ഇന്ന് വന്ന പ്രതികരണം താൻ CBIയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് തന്നെ പുറത്താക്കിയത് എന്നായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികപരമായ യാതൊരു ബാധ്യതയും ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ പുറത്തു വരുന്ന വർമ്മയെ കൂടുതൽ ഭയക്കേണ്ടതുണ്ടാകുമോ സർക്കാരിന്? സർക്കാർ എന്താണ് പേടിക്കുന്നത്? എന്താണ് ഭയം? ഭയം ഉള്ളിടത്ത് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ള ശ്രമമാണ്. ഒരു റഫേൽ എൻക്വയറി ആണോ പേടിക്കുന്നത്? അതാണോ ഈ രാത്രി നടന്ന ഓപ്പറേഷന്റെ ഒരു കാരണം? അതാണെങ്കിൽ അത് എന്നും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായിരുന്നു കാരണം. അല്ലാതെ പ്രൈം മിനിസ്റ്റർ ഹെഡഡ് ഒരു കമ്മിറ്റി ഇതിൽ ഇടപെട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യണം. റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യോ. പക്ഷെ അല്ല, നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അപ്രൈറ്റ് ഓഫീസറിനെ നിങ്ങൾ ഔട്ട്റൈറ്റ് ഡിസ്മിസ് ചെയ്യുന്നു. ഇപ്പൊ രാജിവെക്കുന്നു. അപ്പൊ എന്താ നിങ്ങൾ ഭയപ്പെടുന്നത്? ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ എന്നാണ് സത്യം. ശ്രീ ടോം വടക്കൻ, ഇവിടെ സുപ്രീം കോടതി വിധി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരവും അവകാശങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. പക്ഷേ ആ വിധി ഉണ്ടായിട്ടും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്ന ഒരു വസ്തുതയുണ്ട്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. അവിടെ AK സിക്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? നിങ്ങൾ ജുഡീഷ്യൽ ഇഷ്യൂവിനെ അല്ല റേസ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് ഇതിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഈ സെലക്ഷൻ കമ്മിറ്റി എവിടെയായിരുന്നു ആവോ ഈ ഇഷ്യൂ രാത്രി 5:30 ഈ ഡിസിഷൻ എടുക്കാൻ? ഇപ്പോൾ റീഇൻസ്റ്റേറ്റ്മെന്റ് സുപ്രീം കോർട്ടിന്റെ ഇന്റർവെൻഷനിലാണ്. ആ സ്ട്രക്ചറൽ ഇഷ്യൂ മുമ്പിൽ വെച്ചിട്ടാണ് പല കാര്യങ്ങളും ഡിസിഷൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കമ്മിറ്റിയുടെ ഈ ചോദ്യത്തിനല്ല. ഈ സെലക്ഷൻ കമ്മിറ്റിയെ എന്താണ് കൺസൾട്ട് ചെയ്യാതിരുന്നത്? CVCയുടെ റോൾ കറപ്ഷന്റെ ഉണ്ട്. കറപ്ഷന്റെ റോൾ പ്രൂവ് ചെയ്തോ? ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ബേസിസിനെയാണ് ഒരു അപ്രൈറ്റ് ഓഫീസറിനെ നീക്കിയത്? ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളല്ല ചോദിക്കുന്നത്, ജനങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്. അതിന് ഉത്തരവുണ്ടോ ഈ പ്രൈം മിനിസ്റ്റർ കയ്യില്?
ശരി, വളരെ നന്ദി ശ്രീ ടോം വടക്കൻ ഞങ്ങളോട് സഹകരിച്ചതിന്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, പുതിയ ചുമതല ഏറ്റെടുക്കാൻ ആവുന്നില്ല എന്ന് കാട്ടി കത്ത് നൽകി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണി രാജിയുടെ സൂചനകൾ നൽകിയിരുന്നതാണ്. ഇപ്പോൾ സ്ഥിരീകരണവും ഉണ്ടായിരിക്കുന്നു. അലോക് വർമ്മ രാജിവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഔദ്യോഗിക പദവി വിട്ടൊഴിയുന്ന അലോക് വർമ്മ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമോ? തീർച്ചയായും വലിയ ഭീഷണി തന്നെയായിരിക്കും. കാരണം CBI നടന്ന അന്തർനാടകങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ തുടരുക. ഉണ്ണി, ഇപ്പോൾ ശശി തരൂർ MP ടെലിഫോൺ ലൈൻ ചേരുന്നു. ശശി തരൂർ, അലോക് വർമ്മ രാജിവെച്ചിരിക്കുന്നു. ജാനുവരി തന്നെ 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഇറങ്ങി പറഞ്ഞു ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നത്. CBIന്റെ കളി നമ്മൾ കണ്ടു. നമ്പർ 1 നമ്പർ 2ന്റെ നമ്പർ 2ന്റെ പുറകെ ഓടുന്നു, നമ്പർ 2 നമ്പർ 1ന്റെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംഭവിച്ചിട്ട് അവസാനത്തിൽ രണ്ടുപേരെയും മാറ്റി വയ്ക്കലും ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കലും ഇതെല്ലാം അവസാനത്തിൽ CBI നോക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും വല്ല ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേഷനുള്ള കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നു CBIക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പല കോടതികളും അങ്ങനെയായിരുന്നു തീരുമാനം. ഇപ്പോൾ ആരാത് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും CBIൻ്റെ ക്രെഡിബിലിറ്റി? എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു കുഴപ്പം അവർക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ 71 വർഷമായിട്ട് വളർത്തി നടത്തിയ കെട്ടിയ സ്ഥാപനങ്ങളെ വിലവെക്കാൻ അവർക്ക് അറിയുന്നില്ല. അവരതിനെ ഹോളോ ഔട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഭരണം. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മളെ ഈ CBIയിലത്തെ സംഭവിച്ച എല്ലാ വിഷയങ്ങളും. അല്ല, അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ഒരു ഈ നാടകത്തിൻ്റെ ഫൈനൽ കേർട്ടൻ വീഴുന്ന പോലെയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഈ കമ്മിറ്റിയിൽ ശ്രീ മല്ലികാർജുൻ ഖർഗെ ഞങ്ങളുടെ പാർട്ടി ലീഡറായിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 6 പേജ് ഡിസെൻറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് അന്യായമാണ്, ഇതിൽ പല പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ഇദ്ദേഹത്തിന് ഇങ്ങനെ മാറ്റാൻ ഒരു ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഈ 15 ദിവസം മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട 77 ദിവസം കൂടി കൊടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും സർക്കാരിൻ്റെയും നിർബന്ധം കൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ഒരു പക്ഷേ മര്യാദയോട് തോന്നിയിട്ടുണ്ടാവും, എന്തിനാണ് ഞാൻ പോയിട്ട് 15 ദിവസത്തിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഫയർ സർവീസസ് ആയിരിക്കുന്നത്, രാജിവെക്കുകയായിരിക്കും, നമ്മളെ പിന്നെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി അതായിരിക്കും നല്ലത് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്താവല്ല. അദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചാൽ അദ്ദേഹം എന്നെ പറയട്ടെ. പക്ഷേ ഞങ്ങളുടെ എല്ലാം വെച്ച് വലിയ ചിന്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാമേജ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്, ഇതിനെ തടുക്കണം, ഇതിനെ റിവേഴ്സ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ ഈ രാജിവെക്കുന്ന വിഷയം മാത്രം നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഭാവിയോ ഒരു വ്യക്തിയുടെ കരിയറിനെ കുറിച്ച് നോക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. അദ്ദേഹം ഒരു സിമ്പിളായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് ശരിക്കും പിന്നെ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് പിന്നെ ഈ രാജ്യത്ത് നിൽക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിൽ. നമ്മുടെ ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, പാർട്ടികൾ വരും പോവുകയും ചെയ്യും, ഇലക്ഷൻ ജയിക്കും തോൽക്കുകയും ചെയ്യും. പക്ഷേ ചില സ്ഥാപനങ്ങളുടെ കണ്ടിന്യൂറ്റി അത്യാവശ്യമാണ്. അതിൽ നമ്മുടെ സിവിൽ സർവീസ് ഉണ്ട്, നമ്മുടെ ജുഡീഷ്യറി ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, നമ്മളുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ വന്ന ശേഷം ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ആകെ ഈ പിന്നെ 1-2 മാസത്തിനകത്ത് ആകെ 4 കമ്മീഷണർ ബാക്കിയുണ്ടാവും. 11 കമ്മീഷണറിൻ്റെ 7 വേക്കൻസി എഴുതിയൊരു പുതിയ അപ്പോയിൻമെൻറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, പിന്നെ CBIൻ്റെ ഉദാഹരണം നിങ്ങൾ നോക്കിക്കോളൂ. ഓരോരോ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ഇവർ പിന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോരോ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ RSSൻ്റെ വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വിചാരം ഈ ഇൻഡിപെൻഡൻസും ഇൻറ്റഗ്രിറ്റിയും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷനിങ് കൂടി അവർ കുറച്ച് പ്രഷർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി പിന്നെ ഒരു സ്ട്രിക്ചറും കൂടി ഇറക്കി ഇലക്ഷൻ കമ്മീഷൻ്റെ എതിരെ ഈ 20 ആപ്പ് MLA-മാരെ പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തതിന് ഡൽഹി ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷൻ ഇംപാർഷ്യാലിറ്റിയെക്കുറിച്ച് ചില സ്ട്രോങ് വേർഡ്സ് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ്? ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അലോക് വർമ്മയുടെ രാജി സംബന്ധിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ KK രാഗേഷ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KK രാഗേഷ്, അലോക് വർമ്മ രാജിവെച്ചിരിക്കുന്നു, പുതിയ ചുമതല ഏറ്റെടുക്കാനാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? നമ്മുടെ CBI ഉൾപ്പെടെയുള്ള സകല അന്വേഷണ ഏജൻസികളെയും BJP ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പല പ്രശ്നങ്ങളെയും
വെച്ചുകൊണ്ട് റാഫേൽ ഡീൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പൊ അന്വേഷണം വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അലോക് വർമ്മയെ നീക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അർദ്ധരാത്രിയിൽ തിരക്കെട്ടെടുത്തുള്ള തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ സുപ്രീം കോടതി അദ്ദേഹത്തെ ഒഴിവാക്കിയ നിലപാട് സുപ്രീം കോടതി റദ്ദ് ചെയ്ത ഉടനെ അവർ ചെയ്തത് എന്താ? നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗം വിയോജിപ്പ് പോലും കണക്കിലെടുക്കാതെ ഉടനെ തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? രാജ്യ താല്പര്യമാണോ? നമ്മുടെ രാജ്യ താല്പര്യത്തെ നിഹനിക്കുന്ന വിധത്തിലുള്ള പല ഇടപാടുകളെ സംബന്ധിച്ചുമുള്ള അന്വേഷണം വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ യാതൊരു പ്രയാസമില്ലാതെ അദ്ദേഹത്തെ പുകച്ചു പുറത്ത് ചാടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോടും യാതൊരുവിധ റെസ്പെക്റ്റും ബഹുമാനവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുകയാണ്, ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുകയാണ്, അന്വേഷണ ഏജൻസികളെ ദുർബലമാക്കുകയാണ്. എല്ലാം തങ്ങളുടെ കാൽക്കീഴിലേക്ക് ചവിട്ടടിക്ക് കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യ രീതിയിലുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ രാഗേഷ് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ അലോക് വർമ്മ രാജിവെച്ചിരിക്കുകയാണ്. പുതിയ ചുമതല ഏറ്റെടുക്കാനാകില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഫയർഫോഴ്സിന്റെയും ഹോംഗാർഡിന്റെയും സിവിൽ ഡിഫൻസിന്റെയും ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്കായിരുന്നു അലോക് വർമ്മയ്ക്ക് മാറ്റം നിർദ്ദേശിച്ചിരുന്നത്. ഈ ചുമതല ഏറ്റെടുക്കാനാകില്ല എന്ന് കാട്ടിയാണ് അദ്ദേഹം പേഴ്സണൽ മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജിക്കത്താണ് നൽകിയിരിക്കുന്നത്. സർവീസിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു.